തൊടുപുഴ ഇടിവെട്ടിപ്പാറയിൽ 48 കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിൽ. പതിറ്റാണ്ടുകളായി ഇവർക്ക് വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതാണെന്ന കോടതി വിധിയാണ് ഇവർക്ക് തിരിച്ചടിയാവുന്നത്. 10 കുടുംബങ്ങളോട് കുടിയിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ അഞ്ചിരി ഇടിവെട്ടിപ്പാറ പ്രദേശത്തുള്ള നിരവധി കുടുംബങ്ങൾ കുടിയിറക്കൽ ഭീഷണി നേരിടുകയാണ്. നിലവിൽ ഏതാണ്ട് 10ഓളം കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയിൽ നിന്ന് ആ വ്യക്തിക്ക് അനുകൂലമായി ഉത്തരവുണ്ടായി. അതിനെ തുടർന്നാണ് ഇവർക്ക് വാക്കാൽ ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇവരോടൊക്കെ ഏറ്റവും അടുത്ത് തന്നെ കുടിയൊഴിഞ്ഞ് പോകണം എന്നുള്ളതാണ് ആവശ്യം. ചേട്ടാ, എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്നത് നിങ്ങളൊക്കെ? ചാത്തൻ കാരണന്മാർ കൊല്ലമുള്ള 50-60 വർഷത്തോളമായി. അവർ മരണപ്പെട്ടു. അപ്പം ഞങ്ങളാ ബാക്കി ഇവിടെ താമസിക്കുന്നത്. അപ്പം എനിക്ക് 53 വയസ്സായി. പിന്നെ എന്താ അവർ വന്ന് വാക്കാൽ പറയുകയാണോ? വാക്കാൽ പറയും. ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഒരു തെളിവ് തന്നിട്ടില്ല. ഞങ്ങൾ കോടതി കുറെ പോയെങ്കിലും അവർ ഞങ്ങളെ വിളിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നും പറയാനുള്ള സാവകാശം തന്നിട്ടില്ല. ഞങ്ങൾ 77 കാലഘട്ടത്തിൽ തൊട്ട് ഇവിടെ കാരണന്മാർ സ്ഥലം മേടിച്ച് താമസിക്കുന്നതാണ്. അപ്പം പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനുള്ള കിടപ്പാടവും ഇല്ല, ഇറങ്ങി പോകാനുള്ള നിവൃത്തിയില്ല. രോഗിയായിട്ട് കിടക്കാൻ കാരണന്മാരും ഒക്കെ ആയിട്ടിരിക്കണമെന്നാണ് ഞങ്ങൾ. എങ്ങും പോകാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. ഞങ്ങൾക്ക് പിന്നെ ഒരിടം പോകാനും ഒരു വഴിയില്ലാത്ത ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആധാരം ഭർത്താവ് ഇല്ല, ഞാനേ ഉള്ളൂ. എന്താ ചേച്ചിക്ക് നോട്ടീസ് കിട്ടിയോ? എന്താ അവര് പറഞ്ഞു? അവര് വന്ന് പറഞ്ഞ് ഇറങ്ങി മാറണമെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ എങ്ങോട്ട് ഇറങ്ങി മാറാനേ? എൻ്റെ കെട്ടിയൻ സുഖമില്ലാതിരിക്കുന്ന ഒരു കെട്ടിയനാ. അതിൻ്റെ ചികിത്സ എല്ലാം നടത്തുകയും ചെയ്യണം. ഞാൻ എങ്ങോട്ടാ അതിനെ കൊണ്ട് പോകുന്നത്? എനിക്ക് എങ്ങോട്ടും ഇറങ്ങി മാറാനുള്ള മാർക്കും ഇല്ല. കൂലിവേലയാണോ? കൂലിവേലയ്ക്ക് പോകണം. ഞാൻ കൂലിവേല എടുത്തിട്ട് വന്നിട്ടാണ് കെട്ടിയൻ്റെ ചികിത്സയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു മാർക്കും ഇല്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള മാർക്കും ഒന്നുമില്ല. എന്താ ചേച്ചി? എനിക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. ഭർത്താവ് വെച്ച് പോയി, ഭർത്താവില്ല. 3 പെൺമക്കളുണ്ട്, അവിടെ കെട്ടിച്ചു വിട്ടു. ഇപ്പം ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടണം, അതേ എനിക്കുള്ളൂ. ഈ പ്രദേശത്തിൻ്റെ മെമ്പർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. എന്താ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ഞാൻ ആലക്കോട് പഞ്ചായത്തിൽ 9ാം വാർഡിലെ ഇടിവെട്ടിപ്പാറയിലെ മെമ്പറാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് കയറുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം പേപ്പർ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ ഓടി വന്നപ്പോഴാണ്. ഇവർക്ക് വേണ്ടി ആദ്യം ഒരു വക്കീൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വക്കീൽ ഇട്ടിട്ട് പോയി എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ എനിക്കറിയാൻ സാധിച്ചത്. ഇവർക്ക് സേഫായിട്ട് ഇപ്പം ഇവർ ഈ പാറയിൽ നിന്ന് മാറ്റാം, പക്ഷേ ഇവർക്ക് സേഫായിട്ടൊരു വീടും ഒരു സ്ഥലവും കുറച്ച് സ്ഥലവും അവരുടെ പേരിൽ കൊടുത്തതിന് ശേഷം മാത്രമേ മാറ്റാവുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ എത്ര കുടുംബങ്ങളെ ഈ പ്രശ്നം ബാധിക്കും? ഇവിടെ ഒരു 48 കുടുംബത്തിനാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇപ്പം അറ്റ് പ്രസൻറ്റ് വന്നിരിക്കുന്ന 8 വീടുകൾക്കാണ്. പക്ഷേ ഒരു 48 വീടുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹൈക്കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം പോയിരുന്നു. ഞാനും ടോമി മെമ്പറും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കും ഈ ഇവരുടെ പേപ്പേഴ്സ് ഒന്നുമില്ല. അതാണ്. അപ്പോൾ പക്ഷേ ഇവർ ഓരോ പ്രാവശ്യം ഒപ്പിട്ട് വാങ്ങി എന്നൊക്കെയാണ് ഇവർ ചെന്ന് ഇവിടുത്തെ കോടതിയിൽ ചോദിച്ചപ്പം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇതിൻ്റെ രേഖകളൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവരെ ഇവിടെ നിന്ന് കുടി ഇറക്കാനായിട്ട് ഞങ്ങൾ ആരും അനുവദിക്കില്ല. അതുപോലെ ഞങ്ങളെല്ലാവരും പഞ്ചായത്ത് മെമ്പേഴ്സ്, പ്രസിഡന്റ് എല്ലാവരും ഇതിൻ്റെ ഒപ്പമുണ്ട്. ഇവർക്കെല്ലാവർക്കും ഒപ്പമുണ്ട്. സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. കാരണം തീർത്തും നിർധനരായിട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവർക്ക് പുനരധിവാസം ഒരുക്കുക, അതല്ലെങ്കിൽ ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗം. തൊടുപുഴയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.